റിജിലിപ്പം ഈ BJP-ക്കാർ വലിയൊരു വെല്ലുവിളി നന്ന അഴിമതി നിങ്ങളാന്ന് ചെയ്യുന്നുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഡെപ്യൂട്ടി മേയർ ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീ എന്നെ മേയറാക്കിയിട്ടില്ലെങ്കിൽ അഴിമതി കഥ ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞതും ഈ മാധ്യമങ്ങളടക്കം ഈ പൊതുസമൂഹം കണ്ടതാണ്. എപ്പോ എവിടെ ഈ ഉണ്ടയില്ലാതെ വെടിവെക്കൊന്നല്ല BJP-ക്കാർക്ക് ഒന്നും എവിടെ വെല്ലുവിളിക്കുക ഞങ്ങളുടെ അങ്ങനെ എവിടെയും ഒരു മാധ്യമം പറഞ്ഞിട്ടില്ല. ചോദിക്കട്ടെ, ഏത് ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 538 കോടിയാണ് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ നിങ്ങൾ ഭരിക്കുന്ന UDF ഈ കോർപ്പറേഷന് അനുവദിച്ചത്. എത്ര കോടി നിങ്ങൾ ചെലവഴിച്ചു? അമൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ആ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ 180 കോടി രൂപയുടെ വികസന പദ്ധതികൾ അമൃത പദ്ധതിയുടെ ഭാഗമായി ഈ കണ്ണൂർ കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അത് ഉൾപ്പെടെയാണ് 718 കോടി രൂപയുടെ ആകെ വികസനമാണ് 5 വർഷക്കാലം ഞങ്ങൾ നടപ്പാക്കിയത്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാതൃഭൂമി ചാനൽ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഈ നഗരം ഒന്ന് നിരീക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു രാത്രി നിങ്ങൾ ഈ നഗരം നിരീക്ഷിക്കണം. കേരളത്തിലെ വമ്പൻ നഗരങ്ങൾ, ആ നഗരങ്ങളെല്ലാം വ്യത്യസ്തമായിട്ട് കണ്ണൂരിന് എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? എന്തെങ്കിലും ഒരു നേട്ടത്തെ കുറിച്ച് കാണിക്കാനുണ്ടോ? നല്ല ലൈറ്റ് ഉണ്ടോ? മൊത്തം ഇരുട്ടാണ്. ഈ സ്റ്റേഡിയത്തിന്റെ ഇത് നോക്കി നിങ്ങൾ എവിടെ ലൈറ്റ് ഉണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ വഴിയിൽ കൂടി പോകണം. യഥാർത്ഥത്തിൽ കണ്ണൂർ പോലുള്ള കോർപ്പറേഷനിലെ ജനത ഇതിനേക്കാൾ കൂടുതൽ വികസനം അർഹിക്കുന്നുണ്ട്. ഇവിടെ 1526 കോടി രൂപ അവിടെ മേശപ്പുറത്ത് കിടക്കുക. ഇവർ PM ശ്രീയിൽ ഒപ്പിട്ട് എന്നാൽ പൈസ വാങ്ങിച്ചൂടെ? ഇവിടെ ചോരുന്ന സ്കൂൾ ബിൽഡിങ്ങുകൾ നന്നായിക്കൂടെ? ഏതായാലും നിങ്ങൾ ഒപ്പിട്ട് CPI-ക്കാരെ പറ്റിച്ചിട്ട് പോട്ടെ, ആ പൈസ വാങ്ങിയാലെന്താ? അപ്പോൾ ഇതാണ് ഇവിടെ കേന്ദ്രം എല്ലാ സാമ്പത്തിക സഹായവും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും മേശപ്പുറത്ത് കിടക്കുകയാണ്. ഇവർ ഒപ്പിട്ട വകയിൽ കിട്ടാനുള്ള 1526 കോടി രൂപ PM ശ്രീയിൽ ഒപ്പിട്ട സ്ഥിതിക്ക് എനിക്ക് ഇവരോട് വിനയത്തോടെ അപേക്ഷിക്കാനുള്ളത്, ദയവ് ചെയ്ത പൈസ വാങ്ങിച്ചിട്ട് അടുത്ത അധ്യയന വർഷത്തിന് മുമ്പെങ്കിലും ഇവിടുത്തെ 336 സർക്കാർ സ്കൂളുകൾ നിങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ഒരു അപേക്ഷയാണ്. കേന്ദ്രം ഇനിയും ഒരുപാട് കേരളത്തിന്റെ സമരം ചെയ്യേണ്ടി വന്നു. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പണം കൊടുക്കൂ എന്ന്. 57,000 കോടി ബാക്കിയുണ്ട്. 57,000 കോടി സുപ്രീം കോടതി പറഞ്ഞല്ലോ കൊടുക്കാൻ. 1500 കോടി ഇതിൽ കിട്ടാനില്ല, PMC-യിൽ കിട്ടാനില്ല. SSKയുടെ ഫണ്ട് അടക്കമാണ്. NEP-യുടെ കാര്യമല്ല, പ്രതിനിധിയോട് ചോദ്യം, വാങ്ങൂ ചെലവാക്കൂ എന്ന് പറയുന്ന ആയിരുന്നു വീട്ടിൽ നിന്ന് എടുക്കുന്ന പൈസ ഇല്ലല്ലോ. ജനങ്ങളുടെ നികുതി പണാണല്ലോ. ജനങ്ങളുടെ നികുതി പണല്ലോ. ഒരു സംശയം വേണ്ട, ഞാൻ നിങ്ങൾ അടക്കുന്ന ടാക്സോടാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നത്. പിന്നെ BJP പ്രതിനിധിയോട് ശരി, ആരെ വീട്ടിലത്തെ പൈസയല്ല, ഈ രാജ്യത്തിന്റെ പൈസ. അതെ, സംശയം എന്താ? നിങ്ങൾ തമ്മിലില്ല കേട്ടോ. ഈ അമൃത് പദ്ധതിയെ കുറിച്ച് പറഞ്ഞു, 550 കോടി രൂപ എന്ന് പറഞ്ഞു. അത് എവിടെ നിന്നാണ് ഇവർക്ക് ഈ കണക്ക് കിട്ടിയത്? 5 വർഷം 150 കോടി രൂപയാണ് അമൃത് പദ്ധതി കൊടുക്കുന്നത്. ആ അമൃത് പദ്ധതി വിഹിതം എങ്ങനെയാണെന്ന് കൃത്യമായി വ്യക്തമാക്കിയാൽ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. ചോദിക്കട്ടെ, അമൃത് പദ്ധതിയിൽ എത്ര തന്നു നിങ്ങൾ പറ? അയാൾ പറഞ്ഞ 550 തെറ്റാന്ന് കൂട്ടിക്കുക, വാദത്തിന് സമ്മതിച്ചു. എത്രയാ നിങ്ങൾ പറ? 150 കോടി. 150 കോടി 5 വർഷം. തെറ്റായ വാദം പറഞ്ഞത് അത് എങ്ങനെ?
കൂടി ഭരിച്ചപ്പോ എത്ര കിട്ടിയോ? കോടി വേണ്ട, കിട്ടി? അല്ല, വേണ്ട. ആ, ഏയ്, 50 കോടിയാണ്. മാധു, 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 ആ വിഹിതം എങ്ങനെയാണ് വ്യക്തമാക്കണം പുള്ളി? അതിന് വിഹിതം എങ്ങനെയാണ്? അതിന് വിഹിതം എങ്ങനെയാണ്? ഈ നാട്ടിലെ ഒരു മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങൾ ഇന്ന് തലശ്ശേരി മാഹി ബൈപ്പാസ് പറയാൻ സമ്മതിച്ചോ? ഉണ്ടാക്ക് തലശ്ശേരി മാഹി ബൈപ്പാസിലൂടെയല്ലേ വന്നത്? 1977 മൊറാർജി ദേശായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോഴാണ് ഭൂമി ഏറ്റെടുത്ത്. അന്ന് ഒരു പക്ഷേ താങ്കൾ ജയിച്ചിട്ടുണ്ടാവില്ല. ഇവർ രണ്ടുപേരും കൂടി കേന്ദ്രം ഭരിച്ചു. 9 മന്ത്രിമാർ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ ബൈപ്പാസ് നിൽക്കുന്ന അവിടുത്തെ MP മന്ത്രിയായി. എന്തേ വന്നില്ല? നിതിൻ ഗഡ്കരി നരേന്ദ്രമോദി വന്നപ്പോഴാണ് ആ ബൈപ്പാസ് വന്നത്. മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഈ സ്ഥലം ഏറ്റെടുക്കാൻ ബന്ധപ്പെട്ട് ആളുകൾക്ക് വേണ്ട പണം കൊടുക്കാൻ കൃത്യമായ കോമ്പൻസേഷൻ കൊടുക്കാൻ നിയമം പാസാക്കി എന്നിട്ടാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കാനുള്ള തീരുമാനം 2016 പിണറായി അധികാരത്തിൽ വന്നപ്പോ ഇവരുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്താണെന്നറിയോ? പിണറായി വിജയനെ ഞാൻ അംഗീകരിക്കും. എന്തൊക്കെ നടത്തിയാൽ ദേശീയപാതക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ മുടങ്ങിപ്പോയിരിക്കുന്നു. അത് നടപ്പിലാക്കാൻ ഏറ്റെടുത്ത് കൊടുക്കാൻ പിണറായി വിജയന് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അംഗീകരിക്കും. അംഗീകരിച്ചോ? നിങ്ങൾ അംഗീകരിച്ചോ? പിണറായി ഏറ്റെടുത്ത് കൊടുത്തു. ചോദിക്കട്ടെ. രണ്ടാമത്തെ കാര്യം കോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? നിതിൻ ഗഡ്കരി പറഞ്ഞു. പിണറായി സർക്കാർ സഹകരിച്ചു. ദേശീയപാത പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെങ്കിൽ അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, പിണറായി സർക്കാർ സഹകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞോ? പെട്ടെന്ന് ചോദ്യം ഞാൻ ചോദിച്ചില്ല. നിങ്ങൾക്ക് ആർക്കും മൈക്ക് വേണ്ടതെന്ന് പറഞ്ഞോ? ഈ ചോദ്യം കഴിഞ്ഞിട്ട് മാധു ഇവിടെ ദസറക്ക് വന്ന് പരിപാടി പങ്കെടുത്ത് മുഖ്യാതിഥിയാ. അന്ന് കണ്ണൂർ നഗരം എങ്ങനെയായിരുന്നു? ആ ദസറ നടത്തിയ കണ്ണൂർ കോർപ്പറേഷനാ. ഈ എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഈ നഗരവീതിയിൽ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും കണ്ണൂർ നഗരം തുടങ്ങിയിരുന്നു. അതല്ല വിഷയം.